ഹായ് സോ നീറ്റ് യു ജി 2024 സ്കോർ നിങ്ങളുടെ കേരള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള സബ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ശരിക്കും നിങ്ങൾ സബ്മിഷൻ കൊടുക്കേണ്ടത്. അതായത് നിങ്ങൾ നീറ്റ് യു ജിയുടെ നിങ്ങളുടെ സ്കോർ കാർഡ്, അതായത് അവർ ചോദിക്കുന്ന അനുസരിച്ച് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ നീറ്റ് യു ജിയുടെ സ്കോർ അതിൽ റിഫ്ലക്റ്റ് ആകും. അതിനുശേഷമാണ് കേരള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. കേരള റാങ്ക് ലിസ്റ്റിന് ശേഷമാണ് നമ്മുടെ അലോട്ട്മെന്റ് പ്രോസസ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുക. സോ അവിടെ അറിയേണ്ട കാര്യം പ്രധാനമായിട്ടും MBBS, BDS, ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി, സിദ്ധ പോലെയുള്ള മെഡിക്കൽ കോഴ്സസിലേക്കും, അതേപോലെ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, സിമിലർലി ഹോണേഴ്സ് അതായത് ബയോടെക്നോളജിയിൽ ബിടെക്കും, പിന്നെ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് അങ്ങനെയുള്ള കോഴ്സുകളിലേക്കുമുള്ള പ്രവേശനത്തിനാണ് ശരിക്കും നിങ്ങൾക്ക് നീറ്റ് യു ജിയുടെ റാങ്ക് ലിസ്റ്റ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത്. സോ അത് ഈ വരുന്ന August 11th രാത്രി വരെയാണ് സമയമുള്ളത്. അപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം ഓൾ ഇന്ത്യ കോട്ട ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 15% സീറ്റാണ് നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ സാധിക്കുക. കേരളത്തിലെ ബാക്കി 85% സീറ്റും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പോലെ കേരള റാങ്ക് ലിസ്റ്റ്, ദാറ്റ് ഈസ് കേരള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കണം. അപ്പോൾ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ, നിങ്ങൾ ഓൾറെഡി കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരായിരിക്കണം. ഇനി ന്യൂ രജിസ്ട്രേഷൻസ് സാധിക്കുന്നതല്ല. സോ കീമിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ നിങ്ങൾ നീറ്റ് യു ജി എക്സാം എഴുതിയിട്ടുണ്ട്, എലിജിബിൾ ആണ്. ദാറ്റ് ഈസ് നിങ്ങൾക്കൊരു മിനിമം മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. സോ ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് റാങ്ക് ലിസ്റ്റ് വരിക. ഈ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കേരള റാങ്ക് ലിസ്റ്റിന്റെ ബേസിസിലാണ് നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെന്റ്സിൽ നടത്താൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ പ്രോസസ്സ് പറഞ്ഞപ്പം ഓൾ ഇന്ത്യ കോട്ടയിലെ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ കാര്യം പറഞ്ഞിരുന്നു. അത് ഈ വരുന്ന August 14 അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം അതിൻ്റെ ആ ഒരു സമയം, ആ ഒരു ഗ്യാപ്പിലേക്കാണ് നമുക്ക് ഇപ്പുറത്ത് നമ്മുടെ കേരളയുടെയും അലോട്ട്മെന്റും പ്രോസസ്സുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പം ഈ ഒരു സമയത്തേക്ക് നമ്മളിതൊന്ന് മാച്ച് ആകുന്ന രീതിയിലാണ് വരിക. അപ്പം എന്തായാലും എല്ലാവരും ഇപ്രാവശ്യം എന്തായാലും കേരളത്തിലാണെങ്കിലും കഴിഞ്ഞ വർഷത്തു നിന്ന് കേരള റാങ്ക് ലിസ്റ്റിലേക്ക് വരുമ്പോൾ ഒരുപാട് അത്യാവശ്യം കുറച്ച് റാങ്ക് ഡിഫറൻസുകൾ ഉണ്ടാവും. കാരണം ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് ഭയങ്കരമായിട്ട് കൂടിയതും അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ റാങ്ക് ഷിഫ്റ്റ് നല്ല രീതിയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും അത് വെച്ചിട്ട് കൊടുക്കാതിരിക്കരുത്. എല്ലാവരും നിർബന്ധമായിട്ടും നീറ്റ് യു ജിയിൽ എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഴ്സിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൊടുക്കാൻ ശ്രമിക്കുക. സോ വെബ്സൈറ്റ് ഒന്നുകൂടെ പറയുകയാണ്, ce.kerala.gov.in. ലോഗിൻ ചെയ്യുക, സ്കോർ സബ്മിറ്റ് ചെയ്യുക. താങ്ക് യു.